ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ ഒന്ന് പറഞ്ഞ് രണ്ടിന് ആറ്റം ബോംബ് പൊട്ടിച്ചു കളിക്കുന്ന കിം ജോങ് ഉന് ഇറാന് വേണ്ടി ആറ്റം ബോംബ് നിർമ്മിക്കുകയാണോ? ഈ ചോദ്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലും എന്തിനു പറയുന്നു വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോലും അലയടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന് കാരണങ്ങളുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതേസമയം ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള സഖ്യം മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇപ്പോൾ അവർ തമ്മിൽ സഖ്യത്തിലായിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എന്ത് വില കൊടുത്തും ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഖമേനിയുടെ ആഗ്രഹം നിറവേറ്റാൻ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന് നേതൃത്വം നൽകുകയാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക അവകാശപ്പെടുന്നത്. US ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി പറയുന്നു. എന്നാൽ വെടിനിർത്തലിന് ശേഷം ഉത്തര കൊറിയയിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു. ഇപ്പോൾ ചോദ്യം, ഇറാനിൽ നിന്ന് കാണാതായ 400 കിലോ യുറേനിയം ഉത്തര കൊറിയയിലെത്തിയോ? കിം ജോങ് ഉന്നിന്റെ സഹായത്തോടെ ഒരു ആണവ ബോംബ് നിർമ്മിക്കാനുള്ള തന്റെ പ്രതിജ്ഞ ആയത്തുള്ള അലി ഖമേനിക്ക് നിറവേറ്റാൻ കഴിയുമോ എന്നുള്ളതാണെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിൻ്റെ ഏറ്റവും വലിയ ശക്തി അണുബോംബാണ്. അമേരിക്കയെ പരസ്യമായി ഭീഷണിപ്പെടുത്താൻ കിം ജോങ് ഉൻ മടിക്കാത്ത അതേ അണുബോംബ്. എല്ലാ ഉപരോധങ്ങളും ഉണ്ടായിട്ടും 2006 ഉത്തര കൊറിയ ഒരു ആണവ പരീക്ഷണം നടത്തി. ഇപ്പോൾ മുൻ US NSA അതായത് ദേശീയ സുരക്ഷാ ഏജൻസി ജോൺ ബോൾട്ടൺ കിം ജോങ്ങിൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു അവകാശവാദം അല്ലെങ്കിൽ ഒരു സംശയം ഉന്നയിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഒരു മാധ്യമ അഭിമുഖത്തിൽ ജോൺ ബോൾട്ടൺ ഇങ്ങനെ പറഞ്ഞു: ഇറാന്റെ ആണവ പദ്ധതിയിലെ ചില ഭാഗങ്ങൾ ഉത്തര കൊറിയയിലെ ഒരു പർവ്വതത്തിനടിയിലാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക. ഇറാന്റെ ആണവ പദ്ധതിയിലെ ചില ഭാഗങ്ങൾ ഉത്തര കൊറിയയ്ക്കുള്ളിലുമുണ്ട്. ഇതിനർത്ഥം ഇറാന് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അണുബോംബ് നിർമ്മിക്കാൻ കഴിയുമെന്നാണ്. മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതിക്ക് പിന്നിൽ ഉത്തര കൊറിയയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് ആഞ്ചലോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ബ്രൂസ് ബെക്ടോൾ അവകാശപ്പെടുന്നുമുണ്ട്. എന്തായാലും ഇറാന്റെ ആണവ പദ്ധതി നോക്കുമ്പോൾ 3 രാജ്യങ്ങൾ എപ്പോഴും അതിനെ പിന്തുണച്ചിട്ടുണ്ട്. ഒന്ന് ചൈന, ഒന്ന് ഉത്തര കൊറിയ, മറ്റൊന്ന് റഷ്യ. ചൈനയുടെ സഹായത്തോടെ ഇസ്ഫഹാനിലെ ഇറാന്റെ ഏറ്റവും വലിയ ആണവ ഗവേഷണ സമുച്ചയം 1984 നിർമ്മിച്ചു. ചൈന 3 റിയാക്ടറുകൾ നൽകി. ആണവ കേന്ദ്രങ്ങളിലേക്ക് ഭൂഗർഭ തുരങ്കങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും ഉത്തര കൊറിയ സഹായിച്ചു. അതേസമയം 100 കണക്കിന് റഷ്യൻ ആണവ ശാസ്ത്രജ്ഞർ ഇപ്പോഴും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇറാൻ അണുവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു എന്ന് എടുത്തു പറയേണ്ടതാണ്. അതേസമയം എല്ലാ ഉപരോധങ്ങളും അവഗണിച്ച് ഒരു ആണവ ബോംബ് നിർമ്മിക്കുന്നതിൽ ഉത്തര കൊറിയ വിജയിച്ചു. ഇന്ന് ഉത്തര കൊറിയയ്ക്ക് 50 ആണവ ബോംബുകളുണ്ട്. മറുവശത്ത് ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കുന്നതിന് ഉത്തര കൊറിയ ഇറാനുമായി പങ്കാളിത്തവും ഇപ്പോൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.